ശക്തമാകുന്നതോടെ പകർച്ചവ്യാധികൾ വീണ്ടും പരിധി വിടുമെന്ന ആശങ്കയാണ് പൊതുവിൽ ഉയരുന്നത്. എറണാകുളം ജില്ലയിലേക്ക് പോയാൽ മറ്റൊരു ചിത്രമുണ്ട്. അവിടെ വെങ്ങൂർ പഞ്ചായത്തിന് പുറമെ എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയിലും മഞ്ഞപ്പിത്ത ബാധ പടരുകയാണ്. ഒരാഴ്ചക്കിടെ 28 കേസുകളാണ് അവിടെ റിപ്പോർട്ട് ചെയ്തത്. 10 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുണ്ട്. പ്രതിരോധ പ്രവർത്തന നടപടികൾ ഇന്ന് വ്യാപകമായി സംസ്ഥാന വ്യാപകമായി നടക്കുകയാണ്. ഇന്നും നാളെയുമായുള്ള മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. നമുക്ക് പരിശോധിക്കാം എന്താണ് സാഹചര്യമെന്ന്. ഡാൻ കുര്യൻ തിരുവനന്തപുരത്തുണ്ട്. ഒപ്പം കളമശ്ശേരിയിൽ നിന്ന് ഡാനി പോളും നമുക്കൊപ്പം ചേരും. ആദ്യം ഡാൻ, സംസ്ഥാനത്തിന്റെ പൊതുചിത്രം മന്ത്രി അല്പസമയം മുമ്പ് വിശദീകരിച്ചു. മന്ത്രി വിശദീകരിക്കുന്നത് ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യവുമില്ല, പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ് സാഹചര്യങ്ങൾ പോകുന്നത് എന്നതാണ്. പക്ഷേ നമുക്ക് മുന്നിൽ വരുന്ന ചില കണക്കുകൾ അത് ഞെട്ടിക്കുന്നതാണ്. ഒന്ന്, സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ പിടിപെട്ടുള്ള മരണം കൂടുന്നു, അതിൻ്റെ രോഗം പിടിപെട്ടവരുടെ എണ്ണം വർദ്ധിക്കുന്നു എന്ന സാഹചര്യമുണ്ട്. സംസ്ഥാനത്ത് ഒരു പ്രത്യേക സാഹചര്യം ഉള്ളതായി ആരോഗ്യവകുപ്പ് സമ്മതിക്കുന്നുണ്ടോ? സജിത്ത്, ആരോഗ്യമന്ത്രി വ്യക്തമാക്കുന്നത് 2023 അപേക്ഷിച്ച് നോക്കുമ്പോൾ 2024 ഇന്നലെ വരെ ഉണ്ടായ പനിക്കണക്കുകളുടെ എണ്ണം മുൻ വർഷത്തേതിനേക്കാൾ കുറവാണ് എന്നാണ്. പക്ഷേ നമുക്ക് ആശങ്ക വർദ്ധിപ്പിക്കുന്ന തരത്തിൽ എലിപ്പനിക്കും ഡെങ്കിപ്പനിക്കും മഞ്ഞപ്പിത്തത്തിനും പുറമെയാണ് വെസ്റ്റ് നൈൽ ഉൾപ്പെടെയുള്ള മറ്റ് രോഗങ്ങൾ കൂടി വിവിധയിടങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. എന്തായാലും 7 ജില്ലകളിലാണ് ഈ മഞ്ഞപ്പിത്തത്തിന്റെ ഔട്ട്ബ്രേക്ക് ഉണ്ടായിരിക്കുന്നത്. അതിൽ പ്രധാനമായി പത്തനംതിട്ട, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, കണ്ണൂർ, കോഴിക്കോട് തുടങ്ങിയ ജില്ലകളിലാണ് ഇപ്പോൾ മഞ്ഞപ്പിത്തം വ്യാപകമായി പടർന്നു പിടിക്കുന്നത്. അവിടെ ആരോഗ്യവകുപ്പ് നടത്തിയ പരിശോധനയിൽ കൃത്യമായി കണ്ടെത്തിയിരിക്കുന്നത് ഈ കുടിവെള്ളം, മലിനജലം കുടിവെള്ളമായി ഉപയോഗിച്ചതാണ് ഈ 7 ജില്ലകളിലും മഞ്ഞപ്പിത്തം ഔട്ട്ബ്രേക്ക് ആകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്നാണ്. അതുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ചേർന്നുകൊണ്ടാണ് അവിടെ ഈ നിവാരണ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ മഞ്ഞപ്പിത്ത പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പ് ഊർജിതമാക്കിയിരിക്കുന്നത്. അപ്പോഴും നിലവിൽ ഈ രോഗം പടരുന്നത് തടയാനായി സ്വീകരിച്ചിരിക്കുന്ന നടപടികളാണ് വലിയ തരത്തിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. കാരണം ആശുപത്രികളിൽ മരുന്നില്ല എന്ന പരാതി നേരത്തെ മുതൽ നമുക്കറിയാം. സർക്കാർ ആശുപത്രികളിൽ ആവശ്യത്തിന് മരുന്നുകളില്ല എന്ന പരാതി നേരത്തെ മുതൽ ഉയരുന്നതാണ്. അപ്പോൾ ആരോഗ്യവകുപ്പ് ഇന്നലെ ഉന്നതതല യോഗത്തിൽ മന്ത്രി തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 30% താഴെ അവശ്യ മരുന്നുകൾ എത്തുന്നതിന് മുമ്പ് തന്നെ അത് റിപ്പോർട്ട് ചെയ്ത് സ്റ്റോക്ക് സൂക്ഷിക്കണമെന്ന്. പക്ഷേ പനിബാധിതരുടെ എണ്ണം അതിനേക്കാൾ ക്രമാതീതമായാണ് വിവിധ ജില്ലകളിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് നിലവിലെ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം അത് വർദ്ധിപ്പിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, സ്കൂൾ തുറക്കാൻ ആഴ്ചകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നും നാളെയും പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്ത് മുഴുവൻ ശുചീകരണ യജ്ഞം നടത്തണമെന്നാണ് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായി അത് എല്ലാ സ്ഥലങ്ങളിലും നടക്കുകയും ചെയ്യും. പക്ഷേ ഈ മാലിന്യം നീക്കം ചെയ്യുന്നതിലടക്കം വലിയ തരത്തിൽ തടസ്സങ്ങൾ നേരിട്ടിട്ടുണ്ട്. അതോടൊപ്പം ഈ ഹോസ്റ്റലുകൾ ഉൾപ്പെടെയുള്ള പൊതു ഇടങ്ങൾ, അത്തരം സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്ന വെള്ളം ക്ലോറിനേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ കാര്യക്ഷമമായി പരിശോധിക്കാനും ആ പരിശോധനകളിൽ കണ്ടെത്തുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തുടർന്നുള്ള പരിശോധനകൾ അവിടെ നടത്താനും കഴിയാതെ വരുന്നതാണ് പലപ്പോഴും ഈ ഔട്ട്ബ്രേക്കുകളിലേക്ക് നയിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. സ്വാഭാവികമായി കഴിഞ്ഞ വർഷവും ഇത്തരം ഒരു ഔട്ട്ബ്രേക്ക് പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ അതുണ്ടായില്ല എന്നും മന്ത്രി വ്യക്തമാക്കുന്നു. പക്ഷേ ഈ ഡെങ്കിപ്പനിയിലും എലിപ്പനിയിലും മഞ്ഞപ്പിത്തത്തിലും മാത്രം ഒതുങ്ങുന്നതല്ല ഇപ്പോൾ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന പകർച്ചവ്യാധികൾ. അത് ആശങ്കപ്പെടുത്തുന്ന തരത്തിലേക്ക് മരണസംഖ്യ ഏറുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന്റെ സാഹചര്യവും ഈ ഒരു പ്രതിസന്ധി തന്നെയാണ്. അതാണ് സാഹചര്യം. നമുക്ക് കളമശ്ശേരിയിലേക്ക് പോകുമ്പോൾ ഡാനി, ഈ എറണാകുളം ജില്ലയുടെ ചിത്രം ഇത്തിരി വ്യത്യസ്തമാണ്. കാരണം മഞ്ഞപ്പിത്ത ബാധ അത് രൂക്ഷമായി അനുഭവപ്പെടുന്ന ഇടമാണ്. പെരുമ്പാവൂരിന് സമീപത്തെ വെങ്ങൂർ പഞ്ചായത്തിന്റെ സ്ഥിതി നമ്മൾ കണ്ടതാണ്. അവിടെ കുടിവെള്ള പദ്ധതിയിൽ നിന്ന് തന്നെ മഞ്ഞപ്പിത്തം ആളുകളിലേക്ക് പോവുകയും അതീവ ഗുരുതരമായ സാഹചര്യം അവിടെ രൂപപ്പെടുകയും ചെയ്തു. കളമശ്ശേരിയിലേക്ക് വരുമ്പോൾ ചിത്രം എന്താണ്? അവിടെയും കേരളത്തിൽ ഈ മഞ്ഞപ്പിത്ത ഔട്ട്ബ്രേക്കുകളുള്ള ഒരു ഇടമായി ആരോഗ്യവകുപ്പ് കണ്ടെത്തിയ ഇടമാണ് കളമശ്ശേരി. എന്താണ് അവിടുത്തെ പൊതുചിത്രം? സജിത്ത്, കളമശ്ശേരിയിൽ ഇതുവരെ 26 കേസുകൾ ആണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. 11 പേരാണ് ആശുപത്രിയിൽ ചികിത്സ തേടിയതായി പറയുന്നത്. എന്നാൽ ഇവരൊരു രോഗവിമുക്തിയിലേക്ക് അവരെല്ലാം തന്നെ അടുത്തിട്ടുണ്ട്. ആശുപത്രിയിലേക്ക് പോയവരെല്ലാം വൈകാതെ തന്നെ അവിടെ നിന്ന് വിടുതൽ കിട്ടുമെന്നാണ് ഇന്ന് നഗരസഭാ ചെയർപേഴ്സൺ പറയുകയും ചെയ്തത്. പേടിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഇതുവരെയും മാറിയിട്ടില്ല അവിടെ കാര്യങ്ങളെന്നാണ് അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നത്.
പക്ഷേ ഒരു മുൻകരുതൽ എന്ന രീതിയിലേക്ക് അവിടെ എത്രമാത്രം കാര്യങ്ങൾ മുന്നോട്ട് പോയിരുന്നു എന്നതിനെക്കുറിച്ച് വലിയ രീതിയിലൊരു ചോദ്യമുണ്ട്. ഇത് വന്നതിന് ശേഷം ഇങ്ങനെയൊരു ഔട്ട്ബ്രേക്ക് റിപ്പോർട്ട് ചെയ്തതിന് ശേഷമാണ് കളമശ്ശേരിയിലടക്കം വലിയ രീതിയിലുള്ളൊരു ശുചീകരണ പ്രവർത്തനങ്ങളിലേക്ക് കടന്നിട്ടുള്ളത്. ഇന്ന് കളമശ്ശേരിയുടെ വിവിധ ഇടങ്ങളിലായിട്ട് വ്യാപകമായ രീതിയിൽ തന്നെ ശുചീകരണ പ്രവർത്തനങ്ങളടക്കം നടക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കുടിവെള്ളം അവിടെ എത്രത്തോളം നല്ല രീതിയിലുള്ള നല്ല കുടിവെള്ളം അവിടെ വിതരണം ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ ആളുകൾ ഉപയോഗിക്കുന്നത് എങ്ങനെയെല്ലാമാണ് എന്നത് സംബന്ധിച്ച വലിയ ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഹോട്ടലുകളടക്കം നിരവധിയായ ഹോട്ടലുകൾ കളമശ്ശേരി മേഖലയിലുണ്ട്. ദേശീയപാതയോട് ചേർന്നും എല്ലാം തന്നെ അത് പ്രവർത്തിക്കുന്നുണ്ട്. ഒപ്പം നിയമവും അനുമതിക്കും അല്ലാതെയും പ്രവർത്തിക്കുന്ന ഈ കുടിവെള്ള വിതരണ കേന്ദ്രങ്ങൾ അടക്കമുണ്ട്. ഒപ്പം ഈ ജ്യൂസ് വിൽപ്പനശാലകളുണ്ട്. ഇതെല്ലാം വഴിയോരത്ത് തട്ടുകടകൾ പോലെ വളരെ കൂടുകൾ പോലെ പ്രവർത്തിക്കുന്നവരാണ്. അത്യുഷ്ണം വന്ന സമയത്തെല്ലാം, അത്യുഷ്ണം ഉണ്ടായിരുന്ന സമയത്തെല്ലാം തന്നെ ഇത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇവിടെയെല്ലാം ഈ ശുചീകരണ മാലിന്യങ്ങൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നത് ഒരു പരിശോധനയും ആ സമയത്തൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം. ഒരു ആരോഗ്യ വിഭാഗവും അവിടെ പരിശോധന നടത്തിയിരുന്നില്ല. നഗരസഭയുടേതോ സംസ്ഥാന വകുപ്പിൻ്റെയോ ആരും തന്നെ അവിടെ പരിശോധനയ്ക്കായി എത്തിയിരുന്നില്ല എന്ന് പരക്കെ ആക്ഷേപമുണ്ട്. പലരും ഇതിലുപയോഗിക്കുന്ന ജ്യൂസ്, അതിലെ വെള്ളം, ഒപ്പം ഐസ്, ഇതൊന്നും തന്നെയും ഇപ്പോൾ മാത്രമാണ് അതിൻ്റെ സാമ്പിളുകൾ ശേഖരിക്കുക, ആ പരിശോധനയിലേക്ക് അടക്കം പോവുക. കർശനമായ രീതിയിൽ ഇതൊന്നും പരിപാലിക്കപ്പെട്ടിരുന്നില്ല. അതിൻ്റെ ഒരു തിക്തഫലങ്ങൾ തന്നെയാണ് കൂടുതലായി ഇപ്പോൾ അനുഭവിക്കുന്നത്. അതോടൊപ്പം ശുദ്ധജലക്ഷാമം പല മേഖലകളിലും കളമശ്ശേരിയിൽ രൂക്ഷമായിരുന്നു. ഇവിടങ്ങളിലെല്ലാം വിതരണം ചെയ്ത വെള്ളം, അതിൻ്റെ ഒരു ഗുണനിലവാരത്തെക്കുറിച്ചും സംശയങ്ങൾ ഉയരുന്നുണ്ട്. കാരണം ചിലർ മാത്രമാണ് വാട്ടർ അതോറിറ്റിയെ ആശ്രയിക്കുക, അവിടെ കിണറുകളെ ആശ്രയിച്ചുമെല്ലാം തന്നെ വിതരണം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലെല്ലാം കൃത്യമായൊരു മോണിറ്ററിംഗ് നടന്നിട്ടുണ്ടോ എന്നത് ഈ ഒരു റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ, മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ അതിനെക്കുറിച്ചെല്ലാം തന്നെ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. എന്തായാലും കൂടുതൽ വ്യാപനത്തിലേക്ക് പോകാതിരിക്കാനുള്ള മുൻകരുതലുകളിലേക്ക് ഇപ്പോൾ വളരെ അടിയന്തരമായി കടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ മേഖലയിലെല്ലാം തന്നെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നു, ക്ലോറിനൈസേഷൻ നടക്കുന്നുണ്ട്. കുടിവെള്ളം വിതരണം ചെയ്യുന്നതിൻ്റെ ഒരു ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നുണ്ട്. അംഗീകൃതമല്ലാത്ത കടകളിലും അംഗീകരിക്കപ്പെട്ടതുമായ കടകളിലുമെല്ലാം പരിശോധനകൾ നടത്തുന്നുണ്ട്. അങ്ങനെ വ്യാപകമായ രീതിയിലേക്ക് ഒരു പരിശോധനകളിലേക്കും നിയന്ത്രണങ്ങളിലേക്കും എല്ലാം കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ആശങ്കപ്പെടേണ്ട സാഹചര്യം അവിടെ ഇല്ല എന്നാണ് പറയുന്നത്. 26ഓളം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 11 പേർ ഹോസ്പിറ്റലൈസേഷൻ ഉണ്ടായിരുന്നു. അവർ ഭൂരിഭാഗം പേരും സുഖപ്പെട്ടു വരുന്നു എന്നതാണ് നിലവിലെ ഒരു കണക്ക്. സജിത്ത്, ഡാനി, ഈ വെങ്ങൂർ പഞ്ചായത്തിന്റെ സ്ഥിതി എങ്ങനെയാണ്? കാരണം അവിടെ ജനപ്രതിനിധികൾ യോഗം ചേർന്ന് സൗജന്യ മരുന്ന് പോലെയുള്ള വലിയ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയിരുന്നു. അത് ആ രീതിയിൽ തന്നെ അവിടെ പാലിക്കപ്പെടുന്നുണ്ടോ? ആ വെങ്ങൂരിന്റെ സ്ഥിതി അത് ആശങ്കാജനകമായി തുടരുകയാണോ, അതോ സ്ഥിതി മെച്ചപ്പെട്ടിട്ടുണ്ടോ? സജിത്ത്, വളരെ ആശങ്കപ്പെടുത്തുന്ന രീതിയിലായിരുന്നു വെങ്ങൂർ പഞ്ചായത്ത് എന്ന് പറയുന്നത്. കാരണം 4 മരണങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മിക്കവാറും ഒരു വീട്ടിൽ ഒരാളെന്ന രീതിയിലേക്ക് കണക്കുകൾ അപായപ്പെടുത്തുന്ന രീതിയിലേക്ക് മഞ്ഞപ്പിത്ത ബാധിതരുടെ എണ്ണം കടക്കുന്നൊരവസ്ഥയായിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വില്ലനായത് കുടിവെള്ള വിതരണം തന്നെയായിരുന്നു. തീർത്തും അശാസ്ത്രീയമായി ആ രീതിയിലുള്ളൊരു കുടിവെള്ള വിതരണ സമ്പ്രദായം എല്ലാം തന്നെ ആശങ്കപ്പെടുത്തലായിരുന്നു. പിന്നീട് സത്വരമായ ഇടപെടലുകൾ അക്കാര്യങ്ങളിലുണ്ടായി. നിലവിലെ സാഹചര്യങ്ങൾ കുറച്ചുകൂടി ആശ്വാസം തരുന്നതാണ്. വലിയ രീതിയിലേക്ക് വ്യാപനം ഇനി അതിനപ്പുറത്തേക്ക് കടക്കാത്ത രീതിയിലേക്ക് ഇടപെടലുകൾ ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. മരുന്ന് വിതരണം പൂർവ്വസ്ഥിതിയിലെ വ്യാപകമായിട്ട് നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെയും അവിടെ കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന ആരോഗ്യസ്ഥിതിയുള്ള ആളുകൾ, ആശുപത്രിയിൽ കഴിയുന്നവർ, അവരെ പരിപാലിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ധനസമാഹാരം അടക്കമുള്ള കാര്യങ്ങളെല്ലാം ജനങ്ങളുടെ നേതൃത്വത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അത്തരം കാര്യങ്ങളിൽ ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന ആശങ്കകൾക്ക് ഒരു പരിധിവരെയെങ്കിലും ആശ്വാസം നൽകുന്ന രീതിയിലേക്ക് വെങ്ങൂർ പഞ്ചായത്തിന്റെ കണക്കുകൾ, രോഗികളുടെ കണക്കുകളിലടക്കം ഡോക്ടർ അമർ ഫെറ്റിൽ നമുക്കൊപ്പം ചേരുന്നു. ഡോക്ടർ